ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 96 മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. ആന്ധ്രാപ്രദേശിലെ 175ഉം ഒഡീഷയിലെ 28ഉം നിയമസഭാ സീറ്റുകളിലേക്കും നാളെ വോട്ടെടുപ്പ്. മലപ്പുറം ജില്ലയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിച്ച് ഇന്ന് 2 മരണം. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നാളെ അടിയന്തര യോഗം. സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാകുന്നു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 142 റൺസ് വിജയലക്ഷ്യം. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ഡെയർ ഡെവിൾസ് മത്സരം രാത്രി 7:30. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 9 സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലുമായി 96 മണ്ഡലങ്ങളിലാണ് നാളെ ജനം വിധിയെഴുതുന്നത്. പൊതു തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിൽ ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും മുഴുവൻ മണ്ഡലങ്ങളിലും പോളിംഗ് നടക്കും. ഝാർഖണ്ഡിലെ 4ഉം പശ്ചിമബംഗാളിലെ 8ഉം സീറ്റുകളിലാണ് വോട്ടെടുപ്പ്. ഉത്തർപ്രദേശിൽ 13ഉം മധ്യപ്രദേശിൽ 8ഉം ഒഡീഷയിൽ 4ഉം മഹാരാഷ്ട്രയിൽ 11ഉം ജമ്മുകശ്മീരിൽ 1ഉം ബീഹാറിൽ 5ഉം സീറ്റുകളിൽ ഈ ഘട്ടത്തിൽ വിധിയെഴുതും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാഷ്ട്രീയ കക്ഷികൾ ഊർജിതമാക്കി. ബിജെപിയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ ബാരക്പൂരിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. ബീഹാറിലെ പറ്റ്നയിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും ഇന്ന് നടക്കും. ബിജെപി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ ഉത്തർപ്രദേശിലെ ഗോണ്ടയിലും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അമേഠിയിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ പ്രചാരണം നടത്തി. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ബരാബംഗിയിൽ INDI സഖ്യ പൊതുറാലിയെ അഭിസംബോധന ചെയ്തു. ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ മോത്തിനഗറിൽ റോഡ് ഷോയിൽ പങ്കെടുത്തു. ഒഡീഷ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള വോട്ടെടുപ്പും നാളെ നടക്കും. ആന്ധ്രാപ്രദേശിൽ 25 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനോടൊപ്പം ആകെയുള്ള 175 അംഗ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് ഒറ്റഘട്ടമായാണ് നടക്കുന്നത്. ഒഡീഷയിൽ 4 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് ക്രമീകരിച്ചിട്ടുള്ളത്. 147 നിയമസഭാ മണ്ഡലങ്ങളിലെ 28 സീറ്റുകളിലും 21 പാർലമെന്റ് മണ്ഡലങ്ങളിലെ 4 സീറ്റിലുമാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ഈ മാസം 20-നാണ് 2ാം ഘട്ട വോട്ടെടുപ്പ്. വടകരയിൽ UDF ജനകീയ ക്യാമ്പയിൻ പരിപാടിയിൽ RMP നേതാവ് KS ഹരിഹരൻ നടത്തിയ പ്രസ്താവനയെ UDF അംഗീകരിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പിഴവ് ബോധ്യപ്പെട്ട് ഖേദപ്രകടനം നടത്തിയ KS ഹരിഹരന്റെ നടപടിയെ സ്വാഗതം ചെയ്യുന്നതായും പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ ഏതു വ്യക്തിയിൽ നിന്നുണ്ടായാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് RMP നേതാവ് KK രമ പ്രതികരിച്ചു. അതിനിടെ സ്ത്രീ സമൂഹത്തിന് ക്ഷമിക്കാൻ പറ്റാത്തതാണ് RMP നേതാവിന്റെ പ്രസ്താവനയെന്ന് മന്ത്രി R ബിന്ദു പറഞ്ഞു. ലിംഗനീതിയുടെ രാഷ്ട്രീയത്തിന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ തിരുത്തൽ ശക്തികളായാണ് KK രമ അടക്കമുള്ള UDFിലെ സ്ത്രീ നേതൃത്വം നിൽക്കേണ്ടതെന്നും അവർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിൽ നിന്ന് റെയിൽവേ പിന്മാറണമെന്ന് മന്ത്രി V അബ്ദുറഹിമാൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ഉന്നയിച്ച് മന്ത്രി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചു. യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും ഏറെ മുന്നിലാണ് പാലക്കാട് ഡിവിഷൻ. പാത ഇരട്ടിപ്പിക്കൽ, പുതിയ പാതകൾ അനുവദിക്കൽ, കൂടുതൽ പുതിയ ട്രെയിനുകൾ എന്നീ കാര്യങ്ങളിൽ കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കണമെന്നും മന്ത്രി V അബ്ദുറഹിമാൻ ആവശ്യപ്പെട്ടു. വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിച്ച് മലപ്പുറം ജില്ലയിൽ ഇന്ന് 2 മരണം. പോത്തുകൽ കോടാലി പൊയിൽ സ്വദേശി ഇത്തിക്കൽ സക്കീർ, കാളികാവ് സ്വദേശി ജിഗിൻ എന്നിവരാണ് മരിച്ചത്. ഇരുവരും മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ച് ചികിത്സയിൽ ഇരിക്കെയാണ് മരിക്കുന്നത്. ജിഗിന്റെ പിതാവും സഹോദരനും രോഗബാധയെ തുടർന്ന് ചികിത്സയിലാണ്. ജില്ലയിൽ കഴിഞ്ഞ 5 മാസത്തിനിടെ 8 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷം ജനുവരി മുതൽ 3184 സംശയാസ്പദമായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കേസുകളും 1032 സ്ഥിരീകരിച്ച കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് പോത്തുകൽ, കുഴിമണ്ണ, ഒമാനൂർ, പൂക്കോട്ടൂർ, മൊറയൂർ, പെരുവള്ളൂർ എന്നീ പഞ്ചായത്തുകളിലും മലപ്പുറം നഗരസഭയിലും ആണ്.
മലപ്പുറം ജില്ലയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗവും അതുമൂലമുള്ള മരണവും വർദ്ധിക്കുന്നതിനാൽ പൊതുജനം കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക അറിയിച്ചു. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ശാസ്ത്രീയ ചികിത്സ തേടണമെന്നും രോഗബാധിതർ കൃത്യമായി വിശ്രമിക്കണമെന്നും ഡിഎംഒ അറിയിച്ചു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രോഗം പടരുന്നത് ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നാളെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല നിരണത്തെ സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ഈ മാസം 7-ന് ഇവിടെ താറാവിൻ കുഞ്ഞുങ്ങൾ ചത്തതോടെ തിരുവല്ല വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും തുടർന്ന് ഭോപ്പാലിലെ കേന്ദ്ര ലാബിലേക്കും പരിശോധനയ്ക്കായി സാമ്പിൾ അയച്ചിരുന്നു. തുടർന്ന് വന്ന ഫലത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതായി പഞ്ചായത്ത് വാർഡംഗം അറിയിച്ചു. 4000-ലധികം താറാവുകളാണ് നിരണത്തെ താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ ഉള്ളത്. നാളെ കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്ന് കള്ളിംഗ് അടക്കമുള്ള തുടർ നടപടി സ്വീകരിക്കും. കഴിഞ്ഞ ദിവസം ആലപ്പുഴ തഴക്കരയിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. സംസ്ഥാന ശിശുക്ഷേമ സമിതി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചുവരുന്ന കിളിക്കൂട്ടം അവധിക്കാല ക്യാമ്പ് നാളെ മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിക്കും. ഇത്തവണത്തെ SSLC +2 പരീക്ഷാഫലത്തെ സംബന്ധിച്ചും പുതിയ അധ്യയന വർഷത്തെ മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ചും മന്ത്രി കുട്ടികളുമായി സംവദിക്കും. ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് തകരാറിലായ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളിൽ ചിലത് ഇന്നും സാധാരണ നിലയിലായില്ല. കൊച്ചിയിൽ നിന്നുള്ള ചില സർവീസുകൾ മുടങ്ങി. അബുദാബി, റിയാദ്, ദമാം, ബഹ്റിൻ എന്നിവിടങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തേണ്ട ഇന്നത്തെ സർവീസുകൾ റദ്ദാക്കി. ഇവിടെ നിന്ന് രാവിലെ പുറപ്പെടേണ്ട ദമാം, ബഹ്റിൻ സർവീസുകളും മുടങ്ങിയിരുന്നു. ബംഗളൂരു, കൊൽക്കത്ത, ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കുള്ള ആഭ്യന്തര സർവീസുകളും മുടങ്ങി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി ഇടുക്കി ജില്ലാ മുൻ പ്രതിനിധിയും ദൂരദർശൻ ന്യൂസ് റിപ്പോർട്ടറുമായ ആന്റണി മുനിയറയ്ക്ക് മികച്ച മാധ്യമ പ്രവർത്തകനുള്ള ദേശീയ പുരസ്കാരം. കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ആവശ്യകത എന്നിവയെക്കുറിച്ച് ആന്റണി മുനിയറ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് അംഗീകാരം. ഇന്റർനാഷണൽ ഫൌണ്ടേഷൻ ഫോർ സോഷ്യൽ എംപവർമെന്റ് എന്ന സംഘടനയുടെ 3ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പാരിസ്ഥിതിക സാമൂഹിക മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ചവരെയാണ് പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. കോഴിക്കോട് കോടഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറെ മർദ്ദിച്ചതായി പരാതി. ഇന്നലെ രാത്രിയാണ് സംഭവം. അന്വേഷണം നടക്കുകയാണെന്നും ഡോക്ടറുടെ പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിച്ചതായും കോടഞ്ചേരി പോലീസ് അറിയിച്ചു. ഇടുക്കി കാന്തല്ലൂരിൽ കാർഷിക ഗ്രാമീണ കാഴ്ചകൾ ഒരുക്കി സംഘടിപ്പിച്ച ടൂറിസം ഫെസ്റ്റിന് സമാപനം. കാന്തല്ലൂരിന്റെ ടൂറിസം വികസനം ലക്ഷ്യമിട്ട് 5 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ഫെസ്റ്റ് സന്ദർശിക്കാൻ തദ്ദേശീയരും വിനോദസഞ്ചാരികളുമായ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി രതീഷ് കൃഷ്ണ. രാജ്യത്തെ ഏറ്റവും മികച്ച ഗ്രാമീണ ടൂറിസം മേഖലകളിൽ ഒന്നായ കാന്തല്ലൂരിലെത്തിയ സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവമാണ് ടൂറിസം ഫെസ്റ്റ് ഒരുക്കിയത്. മറയൂരിന്റെ ശിലായുഗ കാഴ്ചകളും ചിന്നാറിന്റെ കാനന ഭംഗിയും കാന്തല്ലൂരിലെ പഴം പച്ചക്കറി തോട്ടങ്ങളുടെ കാഴ്ചകളും കോർത്തിണക്കി ടൂർ പാക്കേജുകൾ ഉൾപ്പെടുത്തിയത് ഫെസ്റ്റിനെത്തിയ സഞ്ചാരികൾക്ക് ഗുണം ചെയ്തു. പ്രദേശത്തെ ആദിവാസികളുടെ തനത് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ഫെസ്റ്റിൽ ഒരുക്കിയിരുന്നു. പൂർണ്ണമായും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കാന്തല്ലൂരിലെ കർഷകർക്ക് ഉത്തരവാദിത്ത ടൂറിസത്തിലൂടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ ഫെസ്റ്റിലൂടെ കഴിഞ്ഞുവെന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ. സംസ്ഥാനത്ത് പരക്കെ വേനൽ മഴ. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും മറ്റന്നാൾ തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 142 റൺസിന്റെ വിജയലക്ഷ്യം. ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത രാജസ്ഥാൻ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 141 റൺസ് എടുത്തു. ബാറ്റ്സ്മാൻമാർ നിരാശപ്പെടുത്തിയ മത്സരത്തിൽ 35 പന്തിൽ നിന്ന് 47 റൺസ് എടുത്ത റിയാൻ പരാഗാണ് രാജസ്ഥാന്റെ ടോപ്പ് സ്കോറർ. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 14 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 107 റൺസ് നേടിയിട്ടുണ്ട്. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ഡെയർ ഡെവിൾസിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 96 മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. ആന്ധ്രാപ്രദേശിലെ 175-ഉം ഒഡീഷയിലെ 28 നിയമസഭാ സീറ്റുകളിലേക്കും നാളെ വോട്ടെടുപ്പ്. മലപ്പുറം ജില്ലയിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിച്ച് ഇന്ന് 2 മരണം. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നാളെ അടിയന്തര യോഗം. സംസ്ഥാനത്ത് വേനൽമഴ സജീവമാകുന്നു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 142 റൺസ് വിജയലക്ഷ്യം. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഡൽഹി ഡെയർ ഡെവിൾസ് മത്സരം രാത്രി 7:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.